ഇന്ത്യയിലേക്ക് എത്തുന്ന യാത്രക്കാർക്ക് പുതുക്കിയ കസ്റ്റംസ് ബാഗേജ് നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ചിലത് നമുക്കൊന്ന് പരിശോധിക്കാം. 2016 നിയമങ്ങൾ പുതുക്കിയാണ് 2026 ഫെബ്രുവരി 2 ഈ മാറ്റങ്ങൾ നിലവിൽ വന്നിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഡ്യൂട്ടി ഫ്രീ ലിമിറ്റ് 75,000 ആക്കി ഉയർത്തിയതാണ്. നേരത്തെ ഉണ്ടായിരുന്ന 50,000 ഫ്രീ അലവൻസിന് പകരം ഇനി 75,000 ആയിരിക്കും. അതായത് 75,000 രൂപ വരെ വിലയുള്ള വസ്തുക്കൾ നികുതി രഹിതമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ലാപ്ടോപ്പ് ഒരു യാത്രക്കാരന് ഒന്ന് തന്നെയാണ് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. 18 അതിന് മുകളിൽ പ്രായമുള്ളവർക്കോ നോട്ട് പാഡോ ലാപ്ടോപ്പോ ഒക്കെ തീരുവ രഹിതമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ എയർലൈൻ്റെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും അത് ഹാൻഡ് ബാഗേജിൽ കൊണ്ടുപോകണോ ചെക്ക് ഇൻ ബാഗേജിൽ വെക്കണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പുതുക്കിയ ചട്ടങ്ങളിൽ മൊബൈൽ ഫോണിന്റെ കാര്യം എടുത്തു പറയുന്നില്ലെങ്കിലും ഇപ്പോൾ ഐഫോണൊക്കെ ഒരു യാത്രക്കാരന് ഒന്ന് തന്നെയായിരിക്കും ഡ്യൂട്ടി ഇല്ലാതെ കൊണ്ടുപോകാൻ സാധിക്കുക. അതായത് സ്വകാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് പുറമെ ബോക്സ് ആയിട്ട് കൊണ്ടുപോകില്ലേ അത്. എന്നാലും ഇപ്പോൾ ഈ പുതിയ ഐഫോണുകൾക്കൊക്കെ 75,000 രൂപക്ക് മുകളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ചിലപ്പോൾ കസ്റ്റംസ് നിശ്ചയിക്കുന്ന ഒരു തീരുവ നൽകേണ്ടിയും വന്നേക്കാം. ഡ്യൂട്ടി അടക്കാതെ കൊണ്ടുപോകാൻ സാധിക്കുന്ന സ്വർണത്തിന്റെ ഉയർത്തിയിട്ടുള്ള ആ ഒരു നിരക്ക് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. പുരുഷന്മാർക്ക് 20 ഗ്രാം വരെയും സ്ത്രീകൾക്ക് 40 ഗ്രാം വരെയാണ് കൊണ്ടുപോകാൻ സാധിക്കുക. മിനിമം 1 വർഷമെങ്കിലും വിദേശത്ത് താമസിച്ച ആളുകളായിരിക്കണം.